SNDP NSS ഐക്യത്തിൽ വീണ്ടും പ്രതീക്ഷ വെച്ച് തുഷാർ വെള്ളാപ്പള്ളി. ഐക്യം അടഞ്ഞ വാതിലല്ല, NSSുമായി ചർച്ചകൾ തുടരും. സുകുമാരൻ നായരെ തള്ളിപ്പറയില്ല. ചട്ടിയും കലവുമാകുമ്പോൾ തട്ടിയും മുട്ടിയും ഇരിക്കുമെന്നും തുഷാർ. സിറോ മലബാർ സഭയിലെ കുർബാന തർക്കത്തിന് പിന്നിൽ പോപ്പുലർ ഫ്രണ്ട് എന്ന ഗുരുതര ആരോപണവുമായി മാർ ആൻഡ്രൂസ് താഴത്ത്. തന്നോട് ഇക്കാര്യം വെളിപ്പെടുത്തിയത് PFI കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടത്തിയ ഉദ്യോഗസ്ഥൻ. സംഘടിത ശക്തിയെ തമ്മിലടുപ്പിച്ച് ദുർബലമാക്കുക PFI ലക്ഷ്യം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതികൾക്ക് ജാമ്യം കിട്ടുന്നതിനെതിരായ വിമർശനങ്ങളുടെ മുനയൊടിച്ച് ഹൈക്കോടതി. കുറ്റപത്രം വൈകുന്നതിലോ സ്വാഭാവിക ജാമ്യം കിട്ടുന്നതിലോ ആശങ്കയില്ല. ശാസ്ത്രീയ പരിശോധനകൾ ആവശ്യമെന്നും ദേവസ്വം ബെഞ്ച്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ CBI അന്വേഷണത്തോട് മുഖം തിരിച്ച് ഹൈക്കോടതി. SITയുടേത് വിശ്വാസയോഗ്യമായ അന്വേഷണം. CBIയിൽ ഡെപ്യൂട്ടേഷന് പോകുന്നത് കേരള പോലീസിലെ ഉദ്യോഗസ്ഥർ. CBI അന്വേഷണത്തെ എതിർത്ത് സർക്കാരും. ഹൈക്കോടതിയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടത് BJPയും VHPയും തന്ത്രി സമാജവും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിയമസഭ തുടർച്ചയായി തടസ്സപ്പെടുത്തിയ പ്രതിപക്ഷം മാപ്പു പറയണമെന്ന് മന്ത്രി P. രാജീവ്. കുറ്റപത്രം വൈകിയെന്ന പ്രതിപക്ഷ ആരോപണവും പൊളിഞ്ഞെന്ന വിമർശനം. SITക്ക് മേൽ ആരോപണം കടുപ്പിച്ചു കോൺഗ്രസ്. തൊണ്ടി മുതൽ എവിടെയെന്ന് ചോദ്യം. അന്വേഷണം നിലച്ച മട്ടെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദമെന്നും രമേശ് ചെന്നിത്തല. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് പ്രതി മുരാരി ബാബുവിന്റെ സാമ്പത്തിക ഇടപാടുകൾ ദുരൂഹമെന്ന് ED. കൊള്ള നടന്ന കാലയളവിൽ മുരാരിയുടെ സമ്പത്ത് വർദ്ധിച്ചെന്ന് കണ്ടെത്തൽ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായും ഇടപാടുകൾ. കട്ടിളപ്പാളി കേസിലെ പോറ്റിയുടെ ജാമ്യാപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതി വിധി നാളെ. നിയമസഭയിൽ VD സതീശനെ ഉന്നമിട്ട് ഭരണപക്ഷത്തിന്റെ രാഷ്ട്രീയ തന്ത്രം. സതീശനും മന്ത്രിമാരും തമ്മിൽ നേർക്കുനേർ വാക്പോര്. മുഖ്യമന്ത്രി പറഞ്ഞ കോപ്രായക്കാർ ഭരണപക്ഷത്താണെന്ന് സതീശൻ. സതീശന്റെ സമനില തെറ്റിയെന്ന് P. രാജീവ്. സതീശൻ ഇരട്ടത്താപ്പിന്റെ നേതാവെന്ന് MP. രാജേഷ്. മൂന്നാം പിണറായി സർക്കാർ വരുമെന്നും വിരട്ടൽ വേണ്ടെന്നും V. ശിവൻകുട്ടി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇന്നും പ്രക്ഷുബ്ധമായി നിയമസഭ. സ്പീക്കറുടെ ഡയസിന് മുന്നിൽ ബാനറുമായി പ്രതിപക്ഷ MLAമാർ. സ്പീക്കറുടെ ചെവിയിൽ കൂവി PK ബഷീർ. സഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം. കേന്ദ്ര ബജറ്റിലെ അവഗണനയ്ക്കെതിരെ നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ച് മുഖ്യമന്ത്രി. എയിംസും വിഴിഞ്ഞവും അതിവേഗ റെയിൽ എണ്ണിപ്പറഞ്ഞ പിണറായി. കേന്ദ്രത്തിന്റേത് മനുഷ്യത്വ വിരുദ്ധ സമീപനം. സഭയിലെ പ്രതിപക്ഷ അക്രമങ്ങളെ അപലപിച്ച് മന്ത്രി MP. രാജേഷിന്റെ പ്രമേയം. സ്ഥാനാർത്ഥി പട്ടിക ആദ്യം പുറത്തിറക്കിയ ഒരു മുഴം മുന്നേ എത്താൻ കോൺഗ്രസ്. പട്ടിക ഈ മാസം അവസാനത്തോടെ എന്ന് മധുസൂദനൻ മിസ്ത്രി. MPമാർ മത്സരിക്കണോ എന്നത് നയപരമായ വിഷയം. അന്തിമ തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാൻഡ്. സിറ്റിംഗ് MLAമാർക്ക് സീറ്റ് നൽകുന്നത് സർവേ റിപ്പോർട്ട് പരിഗണിച്ചോ എന്ന് വ്യക്തമാക്കാതെ മിസ്ത്രി. RSPക്ക് 5 സീറ്റ് തന്നെ നൽകാൻ UDFൽ ധാരണ. കൊല്ലവും ഇരവിപുരവും വെച്ചുമാറിയേക്കില്ല. മട്ടന്നൂർ, ആറ്റിങ്ങൽ സീറ്റുകൾ വെച്ചുമാറും. കൊല്ലം സീറ്റ് ആവശ്യപ്പെട്ട് ഫോർവേഡ് ബ്ലോക്ക്. കൊല്ലത്തിന് വേണ്ടി പിടിമുറുക്കി ബിന്ദു കൃഷ്ണ. കോൺഗ്രസ് ലീഗ് സീറ്റ് മാറ്റ ചർച്ചകൾ വഴിമുട്ടി. കോങ്ങാട്, പട്ടാമ്പി സീറ്റുകളും തിരുവമ്പാടി, തവനൂർ സീറ്റുകളും വെച്ചുമാറുന്നതിൽ ധാരണയായില്ല. പുനലൂർ, ഇരവിപുരം, കളമശ്ശേരി, കൊച്ചി സീറ്റുകൾ വെച്ചുമാറുന്നതിലും പ്രതിസന്ധി. പ്രതിസന്ധിക്ക് കാരണം പ്രാദേശിക എതിർപ്പുകൾ. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി A. പ്രദീപ് കുമാറിനെ വീണ്ടും തെരഞ്ഞെടുപ്പ് കളത്തിലിറക്കാൻ CPIM. കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായേക്കും. കോൺഗ്രസ് പരിഗണിക്കുന്നത് KPCC ജനറൽ സെക്രട്ടറി K. ജയന്തിനെ. കൊല്ലത്ത് ചുരിദാർ ധരിച്ചെത്തിയ പ്രധാന അധ്യാപികയ്ക്ക് സ്കൂളിൽ വിലക്ക്. മാനേജറുടെ നിർദ്ദേശപ്രകാരം അധ്യാപികയെ തടഞ്ഞ് സെക്യൂരിറ്റി ജീവനക്കാരൻ. ദുരനുഭവം നടുവത്തൂർ ഈശ്വരവിലാസം സ്കൂളിലെ സിന്ധു S. നായർക്ക്. അധ്യാപികയെ സ്കൂളിൽ പ്രവേശിപ്പിച്ചത് പോലീസ് ഇടപെട്ടതോടെ. കൊച്ചി കളമശ്ശേരിയിൽ യുവാവിന്റെ ജീവനെടുത്ത ബൈക്ക് അപകടത്തിന്റെ നടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. അമിത വേഗതയിലെത്തിയ ബൈക്ക് മെട്രോ പില്ലറിലേക്ക് പാഞ്ഞുകയറി ചിന്നിച്ചിതറി. അപകടം ഇന്നലെ പുലർച്ചെ. മരിച്ചത് മലപ്പുറം സ്വദേശിയായ IT ജീവനക്കാരൻ. ചലച്ചിത്ര പ്രവർത്തകരുടെ ജോലിഭാരം കുറയ്ക്കാൻ നിർണായക തീരുമാനവുമായി സിനിമാ സംഘടനകൾ. ജോലി സമയം 16 നിന്ന് 12 മണിക്കൂറായി കുറച്ചു. അഭിനേതാക്കൾക്കും സാങ്കേതിക പ്രവർത്തകർക്കും മാറ്റം ബാധകം. വേതനത്തിൽ കുറവുണ്ടാകില്ലെന്ന് നിർമ്മാതാക്കളുടെ ഉറപ്പ്. സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുന്നു. രാവിലെ പവന് 4840 രൂപ കൂടി. 1,17,720 രൂപയിലെത്തിയെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം സ്വർണ്ണവില പവന് 800 രൂപ കുറഞ്ഞു. പവന് 1,16,920 രൂപയായി. തൃശൂർ തൃപ്രയാറിൽ പരിഭ്രാന്തി പരത്തിയ കൊമ്പനെ തളച്ചു. പുലർച്ചെ ലോറിയിൽ നിന്നിറക്കുന്നതിനിടെ വിരണ്ടോടിയത് ദേവി നന്ദൻ എന്ന ആന. വാളയാർ വട്ടപ്പാറയിൽ ട്രെയിൻ തട്ടി കാട്ടാന ചരിഞ്ഞു. ന്യൂസ് മലയാളം വീഡിയോ ജേർണലിസ്റ്റ് ജ്യോതിഷ് ജേബിക്ക് കണ്ണീർ വിട. 27 വയസ്സായിരുന്നു. അപ്രതീക്ഷിത വിയോഗം ഇന്നലെ തിരുവനന്തപുരത്തുണ്ടായ വാഹനാപകടത്തിൽ.
രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് വിവാദത്തിൽ CPIM പുറത്താക്കിയ വി കുഞ്ഞികൃഷ്ണന്റെ പുസ്തകം പ്രകാശനം ചെയ്തു. നേതൃത്വത്തെ അണികൾ തിരുത്തണമെന്ന പുസ്തകം പ്രകാശനം ചെയ്ത് ജോസഫ് സി മാത്യു. അക്രമവും വ്യക്തിപരവുമായ തേജോവധവും നടക്കുന്നു എന്ന് കുഞ്ഞികൃഷ്ണൻ. പരിപാടിക്ക് മികച്ച ജനപങ്കാളിത്തം. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 15ാമത് കോഴിക്കോട് ജില്ലാ സമ്മേളനം ബാലുശ്ശേരിയിൽ നടന്നു. പൊതുസമ്മേളനം ബാലുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ കുറുമ്പോയിൽ ഉദ്ഘാടനം ചെയ്തു. COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷനായി. കോഴിക്കോട് പൂഴിത്തോട് മുതൽ പടിഞ്ഞാറത്തറ സംസ്ഥാന പാത CPR സമർപ്പിച്ചു. 1804.90 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന സംസ്ഥാന പാതയുടെ പ്രാഥമിക വിശദ പദ്ധതി രേഖ സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിന് സമർപ്പിച്ചു. പൊതുമരാമത്ത് വകുപ്പിന്റെ ഡിസൈൻ വിഭാഗം തയ്യാറാക്കിയ DPR ചീഫ് എഞ്ചിനീയർ വകുപ്പ് സെക്രട്ടറിക്ക് കൈമാറി. മലപ്പുറം പുത്തനത്താണി ദേശീയപാത 66-ൽ കോളേജ് വിദ്യാർത്ഥികൾ സഞ്ചരിച്ച കാർ മറിഞ്ഞ് 5 വിദ്യാർത്ഥികൾക്ക് പരിക്ക്. വളാഞ്ചേരിയിൽ നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് യാത്ര ചെയ്യുകയായിരുന്ന മജ്ലിസ് കോളേജിലെ വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത്. കാർ പുത്തനത്താണി ചുങ്കത്ത് വെച്ച് ഡിവൈഡറിൽ തട്ടി മറിയുകയായിരുന്നു. LDF നിലമ്പൂർ നിയോജക മണ്ഡലം പ്രചാരണ ജാഥയ്ക്ക് അമരമ്പലം പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ സ്വീകരണം നൽകി. CPIM മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മുഹമ്മദ് റസാഖ് ജാഥ ക്യാപ്റ്റനായിരുന്നു. പോത്തുകല്ലിൽ ആരംഭിച്ച ജാഥ ഇന്ന് കൊളക്കണ്ടത്ത് സമാപിച്ചു. കോഴിക്കോട് ക്ഷേമഭവനങ്ങളിലെ വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങൾക്ക് നിറം പകർന്ന് ഡ്രീംസ് പദ്ധതി. ജില്ലാ ഭരണകൂടം വിവിധ കോളേജുകളുടെ സഹകരണത്തോടെ നടത്തുന്ന ഹാപ്പി ഹിൽ പദ്ധതിയുടെ ഭാഗമായ ഡ്രീംസ് പദ്ധതി ജെൻഡർ പാർക്കിൽ ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം പൊന്നാനി കുണ്ടക്കടവ് ജംഗ്ഷനിൽ തെരുവുനായയുടെ ആക്രമണത്തിൽ 6 പേർക്ക് പരിക്ക്. പരിക്കേറ്റവരെ പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാസർഗോഡ് മംഗൽപാടി ആട്കയിൽ കർണാടക മദ്യവുമായി യുവാവിനെ പിടികൂടി. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 23.4 ലിറ്റർ വിദേശ മദ്യവുമായാണ് അട്ക ഭഗവതി നഗർ സ്വദേശി A ഹരീഷിനെ എക്സൈസ് അറസ്റ്റ് ചെയ്തത്. കേരളത്തിലേക്ക് ഗോവൻ മദ്യം കടത്തുന്ന സംഘത്തിലെ പ്രധാന സൂത്രധാരനെ കുമ്പള എക്സൈസ് പിടികൂടി. കർണാടകയിലെ ഹൊന്നാവറിൽ നിന്നാണ് കാറുവാർ സ്വദേശി രാധാകൃഷ്ണ S കമ്മത്തിനെ പിടികൂടിയത്. കാസർഗോഡ് നിന്നും 5 വർഷം മുൻപ് കാണാതായ വ്യക്തിയെ കണ്ടെത്തി. മായിപ്പാടി സ്വദേശി അബ്ദുൽ സലാമിനെയാണ് രാജസ്ഥാനിലെ അപ്ലാഘറിൽ വെച്ച് കണ്ടെത്തിയത്. മൂവാറ്റുപുഴ നഗരസഭ വളക്കുഴി മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലെ ബയോ മൈനിങ്ങിന് പുതിയ യന്ത്രം എത്തിച്ചു. കരാർ കാലാവധിക്ക് മുൻപേ പണി തീർക്കാൻ ലക്ഷ്യമിട്ടാണ് പ്രതിദിനം 600 ടൺ മാലിന്യം സംസ്കരിക്കാൻ ശേഷിയുള്ള പുതിയ യന്ത്രം കൂടി പ്ലാന്റിലെത്തിച്ചത്. പാലക്കാട് ജില്ലാ ബാർ അസോസിയേഷൻ 12ാമത് ഓൾ കേരള ഇന്റർ ബാർ അസോസിയേഷൻ 2020 ക്രിക്കറ്റ് ടൂർണമെന്റ് നടത്തി. സമ്മാനദാന ചടങ്ങ് ജില്ലാ ജഡ്ജ് PE സാലിഹ് ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി മറയൂർ കടുകുമുടി ലയങ്ങൾക്ക് നടുവിൽ കാട്ടാന ഇറങ്ങി. രാവിലെ 11 മണിക്കാണ് കാട്ടാന തോട്ടങ്ങളും ലയങ്ങളുമുള്ള പ്രദേശത്ത് അപ്രതീക്ഷിതമായി എത്തിയത്. 8ാമത് ദേശീയ മാസ്റ്റേഴ്സ് കായികമേളയിൽ ഇടുക്കി പോലീസിന്റെ ഇരട്ട സ്വർണ്ണ നേട്ടം. മഹാരാഷ്ട്ര പൂനെയിൽ നടന്ന 8ാമത് ദേശീയ മാസ്റ്റേഴ്സ് കായികമേളയിൽ ജില്ലാ പോലീസ് ആസ്ഥാന ക്യാമ്പിലെ സിവിൽ പോലീസ് ഓഫീസർമാരായ ബോബൻ ബാലകൃഷ്ണൻ, അഖിൽ വിനായക് S എന്നിവരാണ് കേരളത്തിനു വേണ്ടി ഹാൻഡ്ബോൾ മത്സരത്തിൽ സ്വർണം നേടിയത്. എലിയെ കൊല്ലാൻ വിഷം വയ്ക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ വിഷം തെറിച്ചു വീണ ഗ്ലാസിൽ വെള്ളം ഒഴിച്ചു കുടിച്ച വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. കാസർഗോഡ് രാജപുരം പനത്തടി കൊളിച്ചാൽ മൊട്ടംകാച്ചി ഒണിയാത്ത് ഹൌസിലെ BP ശോഭനയാണ് മരിച്ചത്. പാലക്കാട് പുതുശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചതിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പ്രതിഷേധ യോഗം പാലക്കാട് DCC ജനറൽ സെക്രട്ടറി കളത്തിൽ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. കുട്ടികളിൽ സോഷ്യൽ മീഡിയ ബോധവൽക്കരണ ക്യാമ്പയിൻ നടത്താൻ വനിതാ ലീഗ് സംസ്ഥാന കമ്മിറ്റി. ജില്ലകളിൽ റംസാൻ റിലീഫ് സജീവമായി സംഘടിപ്പിക്കാനും തീരുമാനം. കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് രാജ്യസഭയിൽ കമൽഹാസന്റെ കന്നി പ്രസംഗം. SIR-ൽ പേര് വെട്ടുന്നതിന് വിമർശനം. പാർലമെന്റിന് പുറത്തെ പ്രതിഷേധത്തിനിടെ കേന്ദ്രമന്ത്രി രൺവീർ സിംഗ് ബിട്ടുവുമായി കൊമ്പുകോർത്ത് രാഹുൽ ഗാന്ധി. ഇതാ ഒരു ചതിയൻ കടന്നു പോകുന്നു എന്ന് പറഞ്ഞ് രാഹുലിന്റെ പ്രകോപനം. EFL കപ്പ് സെമിയിൽ ഇന്ന് മാഞ്ചസ്റ്റർ സിറ്റി ന്യൂകാസിൽ പോരാട്ടം. കിരീടം നിലനിർത്താൻ ന്യൂകാസിൽ. വനിതാ പ്രീമിയർ ലീഗിൽ കന്നിക്കിരീടം തേടി ഡൽഹി ബംഗളൂരുവിനെ നേരിടും. 2ാം കിരീടം ലക്ഷ്യമിട്ട് സ്മൃതിയും സംഘവും. ICC 2020 റാങ്കിങ്ങിൽ സഞ്ജു സാംസണിനെ മറികടന്ന് ഇഷാൻ കിഷൻ 32 സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി 32ാം റാങ്കിൽ. 2020 ലോകകപ്പിൽ അപകടകാരികളായ ടീമാണ് ഇന്ത്യയെന്ന് മുൻ ഇന്ത്യൻ നായകൻ മഹേന്ദ്ര സിംഗ് ധോണി. ഇന്ത്യൻ ടീം ഇപ്പോൾ തന്നെ ബാറ്റിംഗ് ബൌളിംഗ് പരിശീലനങ്ങൾ ആരംഭിച്ചു കാണുമെന്നും ധോണി.
അണ്ടർ-19 ലോകകപ്പിൽ ഇന്ത്യ തുടർച്ചയായ 6ാം ഫൈനലിൽ അഫ്ഗാനെ 7 വിക്കറ്റിന് തകർത്തത് മലയാളി താരം ആരോൺ ജോർജിന്റെ സെഞ്ചുറി കരുത്തിൽ. 2020 ലോകകപ്പ് സന്നാഹ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യക്ക് ജയം. 20 പന്തിൽ അർദ്ധ സെഞ്ചുറിയുമായി ഇഷാൻ കിഷൻ തകർത്തടിച്ച് തിലക് വർമ്മയും ഹാർദിക്കും സൂര്യകുമാറും. ഉത്തർപ്രദേശ് ഗാസിയാബാദിൽ ഓൺലൈൻ ഗെയിമിംഗ് മാതാപിതാക്കൾ വിലക്കിയതിൽ പ്രായപൂർത്തിയാകാത്ത 3 സഹോദരിമാർ ജീവനൊടുക്കി. സഹോദരിമാരായ പഖി, പ്രാചി, വിഷിക എന്നിവരാണ് അപ്പാർട്ട്മെന്റിലെ 9ാം നിലയിൽ നിന്നും ചാടി മരിച്ചത്. SIR-നെതിരായ ഹർജിയിൽ സുപ്രീം കോടതിയിൽ നേരിട്ട് വാദിച്ച് മമതാ ബാനർജി. തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് അനീതി, കോടതി വാതിലിനപ്പുറത്ത് മോചനം തേടി നീതി കരയുന്നുവെന്നും മമത. ഇന്ത്യ-അമേരിക്ക വ്യാപാര കരാർ പ്രഖ്യാപനത്തിന് പിന്നാലെ ത്രിദിന സന്ദർശനത്തിനായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ അമേരിക്കയിൽ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി വാഷിംഗ്ടണിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ധന സ്വിച്ച് പ്രവർത്തനരഹിതമായതിനെ തുടർന്ന് നിലത്തിറക്കിയ എയർ ഇന്ത്യയുടെ ബോയിംഗ് 7878 ഡ്രീം ലൈനർ വിമാനത്തിന് സാങ്കേതിക തകരാർ ഉണ്ടായിരുന്നില്ല എന്ന് DGCA റിപ്പോർട്ട്. സ്വിച്ച് തെറ്റായി പ്രയോഗിച്ചതാണ് റണ്ണിൽ നിന്ന് കട്ട് ഓഫിലേക്ക് സ്വിച്ച് നീങ്ങാൻ കാരണമെന്നാണ് അന്വേഷണ റിപ്പോർട്ട്. ഫോണിൽ ബ്ലോക്ക് ചെയ്തതിന് ഛത്തീസ്ഗഡിൽ ആൺ സുഹൃത്തിനെ യുവതി കുത്തിക്കൊന്നു. 25-കാരനായ കംദ പ്രസാദ് സൂര്യവംശിയാണ് കൊല്ലപ്പെട്ടത്. മധ്യപ്രദേശിലെ നിമൂച്ച് ജില്ലയിൽ തേനീച്ച ആക്രമണത്തിൽ നിന്ന് കുട്ടികളെ രക്ഷിക്കുന്നതിനിടെ അംഗൻവാടിയിലെ പാചക തൊഴിലാളി മരിച്ചു. കാഞ്ചൻ ഭായ് മേഘ്വാളാണ് മരിച്ചത്. BJP ദേശീയ വക്താവ് ഷെഹ്സാദ് പൂനവലയുടെ അമ്മയെ മനഃപൂർവ്വം കാറിടിച്ച് പരിക്കേൽപ്പിച്ചതായി പരാതി. പൂനെയിലെ തിരക്കേറിയ പെട്രോൾ പമ്പിലാണ് അപകടം നടന്നത്. ഡൽഹിയിലെ വായു ഗുണനിലവാരം അതീവ ഗുരുതരമായി. രാവിലെ 7-ന് രേഖപ്പെടുത്തിയ എയർ ക്വാളിറ്റി ഇൻഡെക്സ് പ്രകാരം 312 വായു ഗുണനിലവാരം. രാജസ്ഥാനിലെ അജ്മീറിൽ പൊതുസ്ഥലത്ത് പലസ്തീൻ അനുകൂല ഇസ്രയേൽ വിരുദ്ധ സ്റ്റിക്കറുകൾ പതിച്ചതിന് ബ്രിട്ടീഷ് ദമ്പതികളോട് ഇന്ത്യ വിടാൻ ആവശ്യപ്പെട്ടു. വിസ ചട്ടങ്ങൾ ലംഘിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ദമ്പതികളോട് രാജ്യം വിടാൻ ഇന്റലിജൻസ് വിഭാഗം ആവശ്യപ്പെട്ടത്. ലൂയിസ് ഗബ്രിയേൽ ഡി, അനുഷി, എമ ക്രിസ്റ്റീൻ എന്നിവർക്കാണ് നോട്ടീസ് നൽകിയത്. ജമ്മുകശ്മീരിലെ ഉധംപൂരിൽ സുരക്ഷാ സേന 2 ഭീകരരെ വധിച്ചു. മുതിർന്ന ജെയ്ഷെ മുഹമ്മദ് കമാൻഡർ അനു മാവിയയെയും മറ്റൊരു ഭീകരനെയുമാണ് സുരക്ഷാ സേന വധിച്ചത്. ജമ്മുകശ്മീർ പോലീസും സൈന്യവും CRPF-ഉം സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലൂടെയാണ് ഭീകരരെ വധിച്ചത്. NCP SP മേധാവി ശരത് പവാറും അന്തരിച്ച മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ മക്കളായ പാർത്ത് പവാറും ജയ് പവാറും ബരാമതിയിൽ അടച്ചിട്ട മുറിയിൽ കൂടിക്കാഴ്ച നടത്തി. ഏകദേശം 1.5 മണിക്കൂർ നീണ്ട കൂടിക്കാഴ്ചയിൽ വരാനിരിക്കുന്ന ജില്ലാ പരിഷത്ത് തെരഞ്ഞെടുപ്പിന് മുൻപ് NCP വിഭാഗങ്ങളെ ലയിപ്പിക്കുന്നതിനെക്കുറിച്ച് ചർച്ചകൾ നടത്തിയതായാണ് റിപ്പോർട്ട്. കശ്മീരിലെ 3 നിർദ്ദിഷ്ട റെയിൽ പദ്ധതികൾ കേന്ദ്ര സർക്കാർ നിർത്തിവെച്ചു. ബിജ്ബെഹാര, പഹൽഗാം, അവന്തിപ്പോര, ഷോപ്പിയാൻ തുടങ്ങി സർവേയിലിരുന്ന പദ്ധതികളാണ് നിർത്തിവെച്ചത്. പ്രാദേശിക കൃഷി വിദഗ്ധരുടെ ശക്തമായ എതിർപ്പും പദ്ധതി വന്നാൽ പ്രദേശത്തെ ആപ്പിൾ തോട്ടങ്ങൾ നശിപ്പിക്കുമെന്നും കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. വലതുവശത്തെ എഞ്ചിനിൽ തീപിടുത്തമുണ്ടായെന്ന സംശയം. ടർക്കിഷ് എയർലൈൻസ് വിമാനം കൊൽക്കത്തയിൽ അടിയന്തര ലാൻഡിംഗ് നടത്തി. 236 യാത്രക്കാരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. തമിഴ്നാട്ടിലെ 10 സർവകലാശാല നിയമങ്ങൾക്കുള്ള സ്റ്റേ സുപ്രീം കോടതി റദ്ദാക്കി. മദ്രാസ് ഹൈക്കോടതി ഏർപ്പെടുത്തിയ സ്റ്റേയാണ് സുപ്രീം കോടതി നീക്കിയത്. തമിഴ്നാട് സർക്കാരിന്റെ അപ്പീലിലാണ് സുപ്രീം കോടതിയുടെ നടപടി. മൈക്രോസോഫ്റ്റ് സ്ഥാപകൻ ബിൽ ഗേറ്റ്സിന്റെ പേര് ജെഫ്രി എപ്സ്റ്റീൻ കേസിലെ ഫയലുകളിൽ വന്നതിനെക്കുറിച്ച് പ്രതികരിച്ച് ബിൽ ഗേറ്റ്സിന്റെ മുൻ ഭാര്യ മെലിൻഡ ഫ്രങ്ക് ഗേറ്റ്സ്. വാർത്തകൾ തന്റെ വൈവാഹിക ജീവിതത്തിലെ ചില വേദനാജനകമായ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുവെന്ന് മെലിൻഡ പറഞ്ഞു. ഭർത്താവ് ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ എപ്സ്റ്റീൻ ഫയലുമായി ബന്ധപ്പെട്ട് കേൾക്കുമ്പോൾ അങ്ങേയറ്റം ദുഃഖമുണ്ടാകുന്നുവെന്നും മെലിൻഡ പറഞ്ഞു. മുൻ ലിബിയൻ ഏകാധിപതി മുഅമ്മർ ഗദ്ദാഫിയുടെ മകൻ സെയ്ഫ് അൽ ഇസ്ലാം കൊല്ലപ്പെട്ടു. സെയ്ഫിന്റെ അഭിഭാഷകൻ ഖാലിദ് അൽ സെയ്ദിയും രാഷ്ട്രീയ ഉപദേഷ്ടാവ് അബ്ദുള്ള ഉത്മാനും മരണവാർത്ത ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെ അറിയിച്ചു. 53-ാം വയസ്സിലാണ് മരണം. ചൈനയിൽ അന്വേഷണാത്മക മാധ്യമപ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തതിനെതിരെ പ്രതിഷേധവുമായി മനുഷ്യാവകാശ സംഘടനകളും ആക്ടിവിസ്റ്റുകളും രംഗത്ത്. സ്വതന്ത്ര മാധ്യമപ്രവർത്തകരായ ലിയു ഹു, വു യിങ്ജിയോവ എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. മുതിർന്ന ഉദ്യോഗസ്ഥരുടെ അഴിമതിയുടെ അന്വേഷണാത്മക റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെയായിരുന്നു നടപടി. റോമിലെ ക്രൈസ്തവ ദേവാലയങ്ങളിലൊന്നിലെ മാലാഖയുടെ പെയിന്റിംഗിന് ഇറ്റലി പ്രധാനമന്ത്രി ജോർജ മെലോനിയുടെ മുഖഛായ എന്ന ആരോപണം. ലൂസിനയിലെ സെന്റ് ലോറൻസ് ബസിലിക്കയിലെ പെയിന്റിംഗിനെ ചൊല്ലിയാണ് വിവാദം. അടുത്തിടെ നടത്തിയ മിനുക്കുപണികൾക്ക് ശേഷമാണ് മാലാഖയ്ക്ക് മെലോനിയുടെ മുഖഛായ വന്നത് എന്നാണ് ആരോപണം. ഗ്രീസിൽ കുടിയേറ്റ ശ്രമത്തിനിടെ തീരദേശ സേനയുടെ ബോട്ടുമായി കൂട്ടിയിടിച്ച് മുങ്ങിയ
ബോട്ടിലെ 15 പേർ മരിച്ചു. ഈജിയൻ കടലിൽ ചിയോസ് ദ്വീപിന് സമീപമാണ് അപകടമുണ്ടായത്. തുർക്കി തീരത്ത് നിന്ന് ഏതാനും മൈൽ അകലെയുള്ള ദ്വീപിലേക്ക് കുടിയേറ്റക്കാരെ കടത്തുകയായിരുന്നു ബോട്ട് എന്നാണ് കോസ്റ്റ് ഗാർഡ് പറയുന്നത്. ഗാസയിലെ അൽമവാസിലെ ടെന്റിലടക്കം ഇസ്രയേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ കുട്ടികളടക്കം 18 പേർ കൊല്ലപ്പെട്ടെന്ന് റിപ്പോർട്ട്. വടക്കൻ ഗാസയിൽ ഇസ്രയേൽ സൈന്യത്തിന് നേരെ ഉണ്ടായ ആക്രമണത്തിന് പിന്നാലെയാണ് അഭയാർത്ഥി ക്യാമ്പിലടക്കം IDF ആക്രമണമുണ്ടായത്. ജനവാസ കേന്ദ്രത്തിലടക്കം ഇസ്രയേൽ സൈന്യം ആക്രമണം നടത്തുകയാണെന്ന് ആരോപണമുണ്ട്. എപ്സ്റ്റീൻ വിവാദങ്ങൾക്കിടെ രാജകീയ വസതിയിൽ നിന്ന് താമസം മാറി ബ്രിട്ടീഷ് രാജകുടുംബാംഗം ആൻഡ്രൂ മൗണ്ട് ബാറ്റൻ വിൻസർ. എപ്സ്റ്റീൻ രേഖകളിലെ വെളിപ്പെടുത്തലുകൾ നടപടി വേഗത്തിലാക്കിയെന്നാണ് റിപ്പോർട്ട്. നോർഫോക്കിൽ ബ്രിട്ടീഷ് രാജാവിന്റെ സ്വകാര്യ എസ്റ്റേറ്റായ സാൻഡ്രിംഗം എസ്റ്റേറ്റിലേക്കാണ് താൽക്കാലികമായി താമസം മാറിയിരിക്കുന്നത്. അറബിക്കടലിൽ ഇറാനിയൻ ഡ്രോൺ വെടിവെച്ച് വീഴ്ത്തിയെന്ന അവകാശവാദവുമായി അമേരിക്ക. ഡ്രോൺ വന്നത് US പടക്കപ്പൽ ലക്ഷ്യമിട്ട്. യുദ്ധക്കപ്പലിന്റെയും ഉദ്യോഗസ്ഥരുടെയും സുരക്ഷയ്ക്കായുള്ള സ്വയം പ്രതിരോധമെന്ന് US സെൻട്രൽ കമാൻഡ് വക്താവ്. ഇന്ത്യ-US വ്യാപാര കരാറിനെ ചൊല്ലി പാർലമെന്റ് ഇന്നും തുടർച്ചയായി തടസ്സപ്പെട്ടു. ലോക്സഭയിൽ നടുത്തളത്തിലിറങ്ങി പ്രതിപക്ഷ എംപിമാർ. രാജ്യസഭയിലും മുദ്രാവാക്യം. സഭയ്ക്ക് പുറത്ത് പ്രതിഷേധിച്ച് സസ്പെൻഷനിലായ എംപിമാർ. കരാറിനെക്കുറിച്ചുള്ള ന്യായീകരണം ആവർത്തിച്ച് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ വിശദീകരണ പ്രസംഗം. ഇന്ത്യ-അമേരിക്ക വ്യാപാര കരാറിന് പിന്നാലെ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ വാഷിംഗ്ടണിൽ US സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി കൂടിക്കാഴ്ച നടത്തി. വ്യാപാര കരാറിനെ സ്വാഗതം ചെയ്ത നേതാക്കൾ ഇന്ത്യ-US ബന്ധം ദൃഢമാക്കാനുള്ള നടപടികളുമായി മുന്നോട്ടെന്ന് ജയശങ്കർ. വൈറ്റ് ഹൌസിലെ കൂടിക്കാഴ്ച സംഘർഷം കുറച്ചെന്ന് കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ. ഗുസ്താവോ ഗംഭീരനായ മനുഷ്യനെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വെനസ്വേലയിലെ വിമത സംഘങ്ങൾക്കെതിരായ കൊളംബിയൻ നടപടിയിൽ US പങ്കുചേരുമെന്നും ട്രംപ് പറഞ്ഞു. മയക്കുമരുന്ന് മാഫിയ നേതാക്കൾ കൊളംബിയയിലില്ലെന്ന് ട്രംപിനെ അറിയിച്ചതായി ഗുസ്താവോ പെട്രോ. വെള്ളിയാഴ്ച തുർക്കിയിൽ US-മായി നടക്കാനിരുന്ന ചർച്ച ഒമാനിലേക്ക് മാറ്റിയെന്ന് റിപ്പോർട്ട്. വേദി മാറ്റാനുള്ള ഇറാന്റെ ആവശ്യം US അംഗീകരിച്ചതായാണ് അറബ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് ആക്സിയോസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഒമാനിലെ ചർച്ചയിൽ ഏതെങ്കിലും അറബ് മുസ്ലിം രാജ്യങ്ങൾ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. വടക്ക് കിഴക്കൻ ബ്രസീലിൽ ബസ് മറിഞ്ഞ് 16 മരണം. മരിച്ചവരിൽ 4 കുട്ടികളും ഉൾപ്പെടുന്നു. റോഡിലെ വളവ് തിരിയവേ നിയന്ത്രണം നഷ്ടപ്പെട്ട് ബസ് മറിയുകയായിരുന്നു. അപകട സമയത്ത് 60 പേരാണ് ബസ്സിലുണ്ടായിരുന്നത്. എപ്സ്റ്റീൻ ഫയൽസിൽ പേര് വന്നതിന് പിന്നാലെ അമേരിക്കയിലെ മുൻ ബ്രിട്ടീഷ് അംബാസഡർ പീറ്റർ മണ്ടേൽസണിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചു പോലീസ്. മണ്ടേൽസണിനെതിരായുള്ള കുറ്റകൃത്യങ്ങളുടെ റിപ്പോർട്ടുകൾ പരിശോധിച്ചെന്നും അന്വേഷണം തുടങ്ങാനിരിക്കുകയാണെന്നും ലണ്ടൻ മെട്രോപൊളിറ്റൻ പോലീസ് അറിയിച്ചു. അമേരിക്കയിൽ തടവിലാക്കപ്പെട്ട മുൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയുടെ മോചനം ആവശ്യപ്പെട്ട് വെനസ്വേലയിൽ മാർച്ച്. രാജ്യതലസ്ഥാനമായ കാരക്കാസിലാണ് ആയിരക്കണക്കിന് ആളുകൾ തെരുവിലിറങ്ങിയത്. നിക്കോളാസിനെ വെനസ്വേലയ്ക്ക് വേണം എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു പ്രതിഷേധം. അതിജീവിതമാരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയെന്ന പരാതിയെ തുടർന്ന് ആയിരക്കണക്കിന് രേഖകൾ എപ്സ്റ്റീൻ ഫയൽസിൽ നിന്ന് നീക്കിയെന്ന് അമേരിക്കൻ നീതിന്യായ വകുപ്പ്. അമേരിക്കയുടെ ചരിത്രത്തിൽ തന്നെ ഇരകളുടെ സ്വകാര്യതയ്ക്ക് നേരെ നടന്ന ഏറ്റവും വലിയ ലംഘനമാണിതെന്ന് അഭിഭാഷകർ ചൂണ്ടിക്കാട്ടി. അതിവേഗ ഭൂഗർഭ ഗതാഗത സംവിധാനം ദുബായ് ലൂപ്പ് നിർമ്മാണം ഉടൻ ആരംഭിക്കും. 20 മിനിറ്റ് യാത്രാദൂരം 3 മിനിറ്റ് കൊണ്ട് പിന്നിടാമെന്നതാണ് സവിശേഷത. ദുബായ് ഡൗൺ ടൗണിലെ ആദ്യഘട്ട നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ചെയർമാൻ മത്തർ അൽ തായർ ദുബായിൽ ആരംഭിച്ച ലോക സർക്കാർ ഉച്ചകോടിയിൽ അറിയിച്ചു. അബുദാബിയിൽ വില്ലകളുടെ വാടക ഒറ്റയടിക്ക് ഇരട്ടിയിലേറെ വർദ്ധിപ്പിച്ച ഉടമകൾ. വരുമാനം മുഴുവൻ വാടകയ്ക്കായി ചെലവഴിക്കേണ്ട ഗതികേടിലാണ് പ്രവാസികളിൽ പലരും. വാടകക്കാരെ ഒഴിപ്പിക്കാൻ ഉടമകൾ ഇടയ്ക്കിടെ മണിക്കൂറുകളോളം വൈദ്യുതി വിച്ഛേദിക്കാറുണ്ടെന്നും ആരോപണമുണ്ട്. ബിഗ് ടിക്കറ്റ് നറുക്കെടുപ്പിൽ 2 കോടി ദിർഹത്തിന് അർഹനായ ഇന്ത്യക്കാരൻ. ഒമാനിൽ ജോലി ചെയ്യുന്ന ശാന്തലു ഷിറ്റിഗറാണ് കോടിപതി. 10 ലക്ഷം ദിർഹം വീതമുള്ള രണ്ടാം സമ്മാനത്തിന് മലയാളി ഉൾപ്പെടെ 3 ഇന്ത്യക്കാർ അടക്കം 5 പേർ അർഹരായി. ഡിജിറ്റൽ കുറ്റവാളികളിൽ നിന്ന് രക്ഷപ്പെടാൻ സൈബർ ഇടങ്ങളിൽ ശക്തമായ പാസ്വേഡ് ഉപയോഗിക്കണമെന്ന് റാസ് അൽ ഖൈമ പോലീസ്. സൈബർ ഭീഷണികൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് അധികൃതരുടെ നിർദ്ദേശം. പാസ്വേഡുകൾ ബ്രൂട്ട് ഫോഴ്സ് ഹാക്കിംഗ് ശ്രമങ്ങളെ മന്ദഗതിയിലാക്കുമെന്നും അധികൃതർ ഓർമ്മിപ്പിക്കുന്നു. UAEയിലെ ഏറ്റവും വലിയ ചെറുകിട ഇന്ധന വിതരണ സ്ഥാപനമായ ആർട്ട്നോക്ക് ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞ വർഷം നേടിയത് റെക്കോർഡ് ലാഭം. 2025 ഡിസംബർ 31 വരെയുള്ള കണക്കുകൾ പ്രകാരം കമ്പനി നേടിയത് $761 ദശലക്ഷം ലാഭമാണ്. 15.4% വർധന. നഗരവാസികൾക്ക് പൊതുഗതാഗത യാത്ര കൂടുതൽ സുഗമമാക്കാൻ ലക്ഷ്യമിട്ട് ഡ്രൈവറില്ല ഇലക്ട്രിക് ബോർഡുകൾ അവതരിപ്പിച്ച് ദുബായ് റോഡ് ഗതാഗത അതോറിറ്റി. ദുബായിൽ നടക്കുന്ന ലോക സർക്കാർ ഉച്ചകോടിയിലാണ് നൂതന സാങ്കേതിക വിദ്യയുടെ ആദ്യ മാതൃക പുറത്തുവിട്ടത്. ഒറ്റ ചാർജിൽ 250 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ ശേഷിയുള്ള ബോർഡുകളിൽ പരമാവധി 6 പേർക്ക് യാത്ര ചെയ്യാം.
ജീവനെയും ജൈവ വൈവിധ്യത്തെയും കുറിച്ച് ആഴങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന നവീനമായ ലബോറട്ടറി ദുബൈയിൽ സജ്ജമാക്കി. നഗരത്തിലെ സുപ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ ഫ്യൂച്ചർ മ്യൂസിയത്തിലാണ് ലാബ് ഒരുക്കിയിട്ടുള്ളത്. US ആസ്ഥാനമായ കൊളോസൽ ഫൗണ്ടേഷനുമായി സഹകരിച്ചാണ് ലാബ് നിർമ്മിച്ചിട്ടുള്ളത്. എമിറേറ്റിലെ ട്രക്കുകൾക്കായുള്ള പ്രധാന ടോൾ ഗേറ്റിനെ മസാർ എന്ന പേരിൽ ഇലക്ട്രോണിക് ടോൾ ഗേറ്റായി മാറ്റുന്നതിന് ഷാർജ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗീകാരം നൽകി. ട്രക്കുകളുടെ നീക്കം നിയന്ത്രിക്കാനും ക്രോസിംഗ് നടപടിക്രമങ്ങൾക്ക് കൂടുതൽ സൗകര്യം നൽകുന്നതിനും ഗതാഗത നീക്കം മെച്ചപ്പെടുത്തുന്നതിനും മസാർ ഇലക്ട്രോണിക് ടോൾ ഗേറ്റ് സഹായകമാകും. ഷവോമി റെഡ്മി നോട്ട് 15 പ്രോ സീരീസിലെ 2 മോഡലുകൾ ഇന്നു മുതൽ ഇന്ത്യൻ വിപണിയിൽ ലഭ്യമാകും. റെഡ്മി നോട്ട് 15 പ്രോ പ്ലസ് 5Gയുടെ 2 വേരിയന്റുകളാണ് വിപണിയിൽ എത്തിയിരിക്കുന്നത്. 8GB പ്ലസ് 256GB വേരിയന്റിന് 37,999 രൂപയും 12GB പ്ലസ് 256GB വേരിയന്റിന് 39,999 രൂപയുമാണ് വില. കാലങ്ങളായി ടെക് ലോകം കാത്തിരിക്കുന്ന ആപ്പിളിന്റെ ഫോൾഡബിൾ ഫോൺ ഉടൻ യാഥാർത്ഥ്യമായേക്കും. വിപണിയിൽ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ പുതിയ പരീക്ഷണം ചർച്ചയായിരിക്കുകയാണ്. സാംസങ്ങിന്റെയും മോട്ടറോളയുടെയും പാത പിന്തുടർന്ന് ക്ലാംഷെൽ രീതിയിലുള്ള ഫോണാണ് ആപ്പിൾ പരീക്ഷിക്കുന്നത് എന്നാണ് വിവരം. സാംസങ് ഗാലക്സി S26 സീരീസ് ഉടൻ പുറത്തിറക്കുമെന്ന് റിപ്പോർട്ട്. വരാനിരിക്കുന്ന നിരയിൽ 3 മോഡലുകൾ ഉൾപ്പെടാനാണ് സാധ്യത. S26, S26 പ്ലസ്, S26 അൾട്ര എന്നീ പേരുകളിലാണ് മോഡലുകൾ അവതരിപ്പിക്കുക. പ്രകടനത്തിലും ക്യാമറയിലും ശ്രദ്ധേയമായ അപ്ഗ്രേഡുകൾ കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷ. വിവോയുടെ V70, V70 L8 എന്നിവ ഫെബ്രുവരിയിൽ ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിച്ചേക്കും. മിഡ് പ്രീമിയം സെഗ്മെന്റിൽ മത്സരം കടുപ്പിച്ച് വിവോ ഇറക്കുന്നതാണ് പുതിയ ഫോണുകൾ. ഇന്ത്യയിൽ ഏകദേശം 55,000 രൂപയായിരിക്കും വിവോ V70 സീരീസിന്റെ വില. സ്വിച്ച് ആൻഡ് സേവ് പ്രോഗ്രാം ഇന്ത്യയിൽ അവതരിപ്പിച്ച ടെസ്ല ഇതിന്റെ ഭാഗമായി മോഡൽ Y ഇലക്ട്രിക് SUV വാങ്ങുന്ന ഉപഭോക്താക്കൾക്ക് 3 ലക്ഷം രൂപ വരെ എക്സ്ചേഞ്ച് ആനുകൂല്യങ്ങൾ ലഭ്യമാകും. ഇതുകൂടാതെ ഉപഭോക്താക്കൾക്ക് പ്രതിമാസം 49,000 രൂപ മുതൽ ആരംഭിക്കുന്ന EMI, 6 ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് ഓപ്ഷൻ എന്നിവയോടെ ടെസ്ല മോഡൽ Y സ്വന്തമാക്കാനും അവസരം ലഭിക്കും. ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ വിറ്റഴിക്കപ്പെടുന്ന മോഡലായി പുതിയ ടാറ്റ പഞ്ച് 2026 ഫേസ് ലിഫ്റ്റ് വിൽപ്പന 7 ലക്ഷം പിന്നിട്ടിരിക്കുകയാണ്. 8 വകഭേദങ്ങളിലാണ് പുതുക്കിയ ലൈനപ്പ് വന്നിരിക്കുന്നത്. വാഹനത്തിന്റെ ഡെലിവറികൾ ഇന്ത്യയിൽ ആരംഭിച്ചു. ഇന്ത്യൻ വിപണിയിൽ സാന്നിധ്യം ശക്തമാക്കാൻ പുത്തൻ സബ് 4 മീറ്റർ കോമ്പാക്ട് SUV അവതരിപ്പിക്കാൻ റെനോ. പുതിയ മോഡലുകളിലൂടെ നിലവിലെ വിപണി സമ്മർദ്ദങ്ങളെ അതിജീവിക്കാനും വിൽപ്പന വർദ്ധിപ്പിക്കാനുമാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. ഫ്രഞ്ച് ബ്രാൻഡിന്റെ ഈ നീക്കം വാഹനപ്രേമികൾക്കിടയിൽ വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിട്ടുണ്ട്. 50,000 യൂണിറ്റ് വിൽപ്പന എന്ന നാഴികക്കല്ല് പിന്നിട്ട് മാരുതി സുസുക്കി വിക്ടോറിസ് 4 മാസത്തിനുള്ളിലാണ് നേട്ടം കൈവരിച്ചത്. GST പരിഷ്കാരങ്ങൾ ആരംഭിച്ചതിന് ശേഷമാണ് ശരാശരി പ്രതിമാസ വിൽപ്പന ഇരട്ടിയിലധികമായി വർദ്ധിച്ചത് എന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. ബുക്കിംഗ് ആരംഭിച്ച് 3 മാസത്തിനുള്ളിൽ 80,000 യൂണിറ്റ് ബുക്കിംഗ് നേടി പുത്തൻ വെന്യൂ. 9 വൈവിധ്യമാർന്ന വേരിയന്റുകളിൽ വരുന്ന കോമ്പാക്ട് SUVക്ക് 7.89 ലക്ഷം രൂപ മുതൽ 15.48 ലക്ഷം രൂപ വരെയാണ് എക്സ് ഷോറൂം വില. മെക്സിക്കൻ നടൻ ജെറാർഡോ തരസീന അന്തരിച്ചു. അപ്പോക്കാലിപ്റ്റോ എന്ന സിനിമയിലൂടെ പ്രശസ്തനായ ജെറാർഡോ 51-ാം വയസ്സിലാണ് വിടവാങ്ങിയത്. അപ്പോക്കാലിപ്റ്റോയിലെ മിഡിൽ ഐ എന്ന യോദ്ധാവായി ശ്രദ്ധേയമായ വേഷത്തിലൂടെയാണ് ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടത്. മലയാളി പ്രേക്ഷകർ ആവേശത്തോടെ കാത്തിരിക്കുന്ന റൊമാന്റിക് എന്റർടൈനർ പ്രേമലു 2 ഉപേക്ഷിച്ചതായി റിപ്പോർട്ട്. തിരക്കഥയുമായി ബന്ധപ്പെട്ട ചില അഭിപ്രായ വ്യത്യാസങ്ങളാണ് ചിത്രം ഉപേക്ഷിക്കാൻ കാരണമെന്നാണ് വിവരം. നേരത്തെ ചില സാങ്കേതിക കാരണങ്ങളാൽ പ്രേമലുവിന്റെ 2ാം ഭാഗം ഉടനെ ഉണ്ടാകില്ലെന്ന് ദിലീഷ് പോത്തൻ അറിയിച്ചിരുന്നു. ധനുഷിനെ നായകനാക്കി രാജ്കുമാർ ഒരുക്കുന്ന തമിഴ് ചിത്രത്തിൽ മമ്മൂട്ടിയെ സിനിമയിലേക്ക് സ്വീകരിച്ചുകൊണ്ടുള്ള ചിത്രം നിർമ്മാതാക്കൾ പുറത്തുവിട്ടു. ബിഗം ഒരു കഥ തിരഞ്ഞെടുക്കുമ്പോൾ അത് ചരിത്രമായി മാറുന്നു എന്ന ക്യാപ്ഷനോടെയാണ് അണിയറ പ്രവർത്തകർ മമ്മൂട്ടിയുടെ ചിത്രം പങ്കുവച്ചത്. പേരൻപിന് ശേഷം മമ്മൂട്ടി അഭിനയിക്കുന്ന തമിഴ് ചിത്രമാണിത്. 45 വർഷങ്ങൾക്ക് ശേഷം റംബ ഹോ എന്ന ഗാനത്തിന് വീണ്ടും ചുവടുവെച്ച് നടി കൽപ്പന. ഡാൻസ് വീഡിയോ നേരത്തെ ചർച്ചയായെങ്കിൽ വീഡിയോയിലുള്ള വ്യക്തിയെ പലരും തിരിച്ചറിഞ്ഞിരുന്നില്ല. പിന്നാലെയാണ് വീഡിയോ പങ്കുവെച്ച് കൽപ്പന തന്നെ ഇക്കാര്യം വെളിപ്പെടുത്തിയത്. രാജമൗലി ചിത്രം വാരണാസിയുടെ വിശേഷങ്ങൾ പങ്കുവെച്ച് നടി പ്രിയങ്ക ചോപ്ര. ചിത്രത്തിലേക്ക് വിളിച്ചപ്പോൾ രാജമൗലിയോട് ഒരു അഭ്യർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഡാൻസ് കളിച്ചിട്ട് കുറെ കാലമായതിനാൽ ഈ സിനിമയിൽ ഒരു ഡാൻസ് രംഗം തരാമോ എന്ന് ചോദിച്ചെന്നും അദ്ദേഹം അത് സമ്മതിച്ചെന്നും പ്രിയങ്ക ചോപ്ര പറഞ്ഞു.
കരിയർ മാറ്റിമറിച്ച സിനിമയെക്കുറിച്ച് മനസ്സ് തുറന്ന് നടൻ മഹേഷ് ബാബു. പുരി ജഗന്നാഥിന്റെ സംവിധാനത്തിൽ 2006 പുറത്തിറങ്ങിയ പോക്കിരിയാണ് തന്നെ സ്റ്റാർ ആക്കിയതെന്നും എന്നാൽ ആ സിനിമയ്ക്ക് ശേഷം ആകെ കൺഫ്യൂസ്ഡ് ആയിരുന്നുവെന്നും മഹേഷ് ബാബു. എല്ലാ സിനിമയും നിങ്ങളെ ഏതെങ്കിലും ഒരു രീതിയിൽ മാറ്റിയെടുക്കുമെന്നും മഹേഷ് ബാബു പറഞ്ഞു. രാജമൗലി ചിത്രം വാരണാസിയിലെ വില്ലൻ കഥാപാത്രം കുംഭയെക്കുറിച്ച് പറഞ്ഞ് പൃഥ്വിരാജ്. കുംഭ എന്ന കഥാപാത്രത്തിന്റെ ചിന്തകൾ വിചാരിക്കുന്നതിന് മുകളിലാണെന്ന് പൃഥ്വിരാജ് പറയുന്നു. വീൽ ചെയറിലിരുന്ന് കുംഭ ചെയ്യുന്ന കാര്യങ്ങൾ പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തുന്നുവെന്നും പൃഥ്വിരാജ് പറയുന്നു.